കേരളത്തിലെ ഏറ്റവും വിചിത്രമായ ശക്തവുമായ ക്ഷേത്ര ഉത്സവങ്ങളിൽ ഒന്നാണ് കൊടുങ്ങല്ലൂർ ഭരണി. കൊടുങ്ങല്ലൂർ ഭഗവതി ടെമ്പിളിൽ നടക്കുന്ന ഈ ഉത്സവത്തിൽ പല ആചാരങ്ങളും നമ്മളിന്ന് കേട്ടിട്ടുണ്ടാവും. അതിൽ ഏറ്റവും രഹസ്യപരവും ഏറെ ചർച്ച ചെയ്യപ്പെടുന്നതുമായ ഒരു ആചാരമാണ് കോഴിക്കല്ലുമൂടൽ. കൊടുങ്ങല്ലൂർ ഭരണി എന്നത് ഭദ്രകാളി ദേവിയെ ആരാധിക്കുന്ന ഒരു പുരാതന ഉത്സവമാണ്. പുരാണ കഥ പ്രകാരം ഭദ്രകാളി എന്ന ദേവി ദാരിക എന്ന അസുരനെ വധിച്ചു. ആ യുദ്ധത്തിന് ശേഷം ദേവിയുടെ കോപവും ശക്തിയും വളരെ ശക്തമായിരുന്നു എന്നാണ് വിശ്വാസം. ആ കോപം ശമിപ്പിക്കാൻ ഭക്തർ പലവിധ ആചാരങ്ങളും നടത്താൻ തുടങ്ങി. അങ്ങനെ രൂപം കൊണ്ട പ്രധാന ആചാരങ്ങളിൽ ഒന്നാണ് കോഴിക്കല്ലുമൂടൽ. ക്ഷേത്ര പരിസരത്ത് ഒരു പ്രത്യേക കല്ല് ഉണ്ടെന്നാണ് വിശ്വാസം. ഭരണി ദിവസങ്ങളിൽ ചില ഭക്തർ കോഴി ബലി നൽകുന്ന ചടങ്ങും നടത്തും. കോഴിയുടെ രക്തം ആ കല്ലിൽ ചൊരിയുകയും പിന്നീട് ആ കല്ല് മൂടുകയും ചെയ്യുന്ന ചടങ്ങാണ് കോഴിക്കല്ലുമൂടൽ എന്നറിയപ്പെടുന്നത്. ഇത് സാധാരണ പൂജകളിൽ കാണാത്ത രീതിയിലുള്ള ഒരു താന്ത്രിക ആചാരമായി കണക്കാക്കപ്പെടുന്നു. ഭക്തർ വിശ്വസിക്കുന്നത് എന്തെന്നാൽ ഈ ആചാരം വഴി ദേവിയുടെ കോപം ശമിക്കുകയും ഗ്രാമത്തിനും ജനങ്ങൾക്കും സംരക്ഷണം ലഭിക്കുകയും ചെയ്യും എന്നാണ്. കൊടുങ്ങല്ലൂർ ഭരണി ഉത്സവം കേരളത്തിലെ മറ്റെല്ലാ ക്ഷേത്ര ഉത്സവങ്ങളിലെയും പോലെയല്ല. ഇവിടെ ചിലപ്പോൾ ഭക്തർ ശക്തമായ ഭക്തിഭാവത്തിൽ പാട്ടുകളും വിളികളും വിളിച്ച് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നതും കാണാം. ഈ ഉത്സവം വളരെ പഴക്കമുള്ള ജനവിശ്വാസങ്ങളും താന്ത്രിക ആചാരങ്ങളും ചേർന്നുള്ള ഒരു സംസ്കാര പാരമ്പര്യമാണ്. അതുകൊണ്ട് തന്നെ കോഴിക്കല്ലുമൂടൽ പോലുള്ള ആചാരങ്ങൾ ഈ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് കാണപ്പെടുന്നു. ഇന്നത്തെ കാലത്ത് പല സ്ഥലങ്ങളിലും മൃഗബലി സംബന്ധിച്ച നിയമങ്ങളും നിയന്ത്രണങ്ങളും ഉള്ളതിനാൽ നിയന്ത്രിതമായ രീതിയിലാണ് നടക്കുന്നത്. എങ്കിലും കൊടുങ്ങല്ലൂർ ഭരണി ചരിത്രത്തിലും വിശ്വാസത്തിലും ഈ ആചാരം ഒരു പ്രധാന ഭാഗമായാണ് ഇപ്പോഴും പറയപ്പെടുന്നത്. വിശ്വാസങ്ങളും ചരിത്രവും രഹസ്യങ്ങളും ചേർന്ന ഒരു ഉത്സവമാണ് കൊടുങ്ങല്ലൂർ ഭരണി. കേരളത്തിൻ്റെ സംസ്കാര പാരമ്പര്യത്തിൽ ഇതിന് ഒരു പ്രത്യേക സ്ഥാനം തന്നെയുണ്ട്. ഇത്തരം കേരളത്തിലെ അപൂർവ ആചാരങ്ങളും ഉത്സവങ്ങളെയും കുറിച്ച് കൂടുതലറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്.